ഹായ് ഡിയേഴ്സ്, അഞ്ചു സാറാണ്. എടാ, ബേസിക് സയൻസിനെ കുറിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ് പക്ഷേ? എടാ, ഒന്നാമത് നമ്മൾ ആസിഡ് ആൻഡ് ബേസ്, ആസിഡിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കാതെ പോകരുത്. സർ, എന്തൊക്കെ ആസിഡിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാല് സിമ്പിൾ ആയിട്ട് മാഷ് പറഞ്ഞു തരാണേ. നോക്കിക്കോ. എടാ, ആസിഡിന് എന്ത് ടേസ്റ്റ് ഉണ്ട് എന്ന് നമ്മൾ പറയല്? ഹാവ് എ സോ ടേസ്റ്റ് ആണ്. ആസിഡുകൾക്ക് ഒരു പുളി രുചിയാണ് ഉണ്ടാവുക. സെറ്റ് ആണല്ലോ. രണ്ടാമത്തത് ടേൺ ബ്ലൂ ലിറ്റ്മസ് ടു റെഡ് ആണ്. ആസിഡുകൾ എന്താ ചെയ്യുക? നീല ലിറ്റ്മസിനെ ചുവന്ന കളറാക്കി മാറ്റുന്നു, ബ്ലൂ ലിറ്റ്മസിനെ റെഡ് കളറാക്കി മാറ്റുന്നു. സെറ്റ് ആണ് സർ. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു എക്സ്പെരിമെന്റ് പഠിച്ചിട്ടുണ്ട്. ആസിഡ് മെറ്റലുമായി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഗ്യാസ് ആണ് പുറത്തോട്ട് വരിക, H2 ഗ്യാസ് പുറത്തോട്ട് വരും. ഈ പ്രോപ്പർട്ടീസ് സെറ്റ് ആക്കി വെക്കുക. ഇത് കഴിഞ്ഞിട്ട് എന്താ സർ നോക്കാനുള്ളത്? എടാ, നമ്മൾ ആ ലിറ്റ്മസ് പേപ്പറിന്റെ ഒരു കേസ് ആസിഡും ബേസും പഠിച്ചു വെക്കണം കേട്ടോ. അഥവാ ഒരു ചോദ്യം വന്നാൽ അതിന്റെ മക്കൾ എന്ത് ചെയ്യണം? അടിപൊളിയായിട്ട് എഴുതി വെക്കണം. സർ, എന്താണ് ആസിഡ് എന്ന് പറഞ്ഞാൽ? എടാ, ബ്ലൂ ലിറ്റ്മസിനെ എന്ത് കളറിലോട്ട് കൺവേർട്ട് ചെയ്യുക? റെഡ് കളറിലോട്ടാണ് കൺവേർട്ട് ചെയ്യുക, അഥവാ ചുവന്ന കളറിലോട്ട് മാറ്റുന്നു. സോ ഇവനൊക്കെ എന്തായിരിക്കും? ആസിഡുകളായിരിക്കും. ഇനി ബേസസ് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം എന്താണ്? ചുവന്ന ലിറ്റ്മസിനെ നീല കളറിലോട്ട്, റെഡ് ലിറ്റ്മസിനെ ബ്ലൂ കളറിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ആളെ പറഞ്ഞ പേരാണ് ബേസ്. സർ, സെറ്റ് ആണ്. ഈ കാര്യങ്ങൾ നമുക്ക് കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ അടുത്തത് കുറച്ച് ആസിഡ്സ് ഇൻ ഡെയിലി ലൈഫ്, നമ്മൾ നിത്യജീവിതത്തിൽ നിന്ന് കാണുന്ന പദാർത്ഥങ്ങളിലെ ആസിഡ് എന്തായാലും പഠിക്കണം. വൺ വേർഡ് ചോദിച്ചാൽ നമ്മൾ എഴുതി വെക്കണം കേട്ടോ. സർ, എന്തൊക്കെയാണ്? വിനാഗിരിയിലുള്ള ആസിഡ് ചോദിച്ചാൽ നമ്മൾ പഠിക്കണം അസെറ്റിക് ആസിഡ് ആണ്. ഇനി ആപ്പിളിൽ ചോദിച്ചാൽ നമ്മൾ പറയും ഏതാടാ? മാലിക് ആസിഡ് ആണ് അല്ലേ. ഇനി മിൽക്കിൽ ചോദിച്ചാൽ പാല്, തൈര്, മോര്, ഇതൊക്കെ ചോദിച്ചാൽ ഒറ്റ ആസിഡ് പഠിച്ചു വെച്ചാൽ മതി, ലാക്റ്റിക് ആസിഡ് ആണ്. ഈ ഉറുമ്പൊക്കെ കടിച്ചാൽ വേദന ഉണ്ടാവും. ഈ വേദനയ്ക്ക് കാരണം എന്താടാ? ഫോമിക് ആസിഡ് ആണ്. സർ, സെറ്റ് ആണ്. ഇനി ഗ്രേപ്പിൽ ചോദിച്ചാൽ ടാറ്റാറിക് ആസിഡ് ആണ്. ടൊമാറ്റോ ചോദിച്ചാൽ ഓക്സാലിക് ആസിഡ് ആണ്. ലെമൺ ജ്യൂസ്, ലെമൺ ഒക്കെ ചോദിച്ചാൽ ഏതാടാ? സിട്രിക് ആസിഡ് ആണ്. ഈ ഭാഗം എന്ത് ചെയ്തു? ഒരിക്കലും മിസ്സാക്കരുത്. ഇനി ഇതുപോലെ തന്നെ ആസിഡ് ആൻഡ് ബേസിൽ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ് ഇൻഡിക്കേറ്റേഴ്സ് അഥവാ സൂചകങ്ങൾ എന്ന് പറഞ്ഞാൽ. എന്താണ് സർ ഇൻഡിക്കേറ്റേഴ്സ് അഥവാ സൂചകം എന്ന് പറഞ്ഞാൽ? എടാ, ആസിഡ് ആണോ ബേസ് ആണോ എന്ന് കളർ ചേഞ്ചിലൂടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ ആൾക്കാരെ പറയുന്ന പേരാണ് ഇൻഡിക്കേറ്റേഴ്സ്. അഥവാ നിറമാറ്റത്തിലൂടെ ആസിഡ് ആണോ ബേസ് ആണോ എന്ന് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നവരെ പറയുന്ന പേരാണ് സൂചകങ്ങൾ, ഇൻഡിക്കേറ്റേഴ്സ്. ഇത് നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാവും, രണ്ടാമത്തെ ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന ലാബിൽ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാവും. ഇതിന്റെ മക്കൾ ഈ ഒരു ബോക്സ് ഒരിക്കലും വിട്ടു പോകരുതേ. സർ, എന്തൊക്കെയാടാ? എടാ, ആസിഡിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ബേസിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് കേട്ടോ. ആസിഡിന്റെ ഇൻഡിക്കേറ്റേഴ്സ് സിമ്പിൾ ആയിട്ട് പഠിക്കുക. ആസിഡിന്റെ ഒരു നാച്ചുറൽ പ്രകൃതിദത്തമായ സൂചകമാണ് ചുവന്ന ചെമ്പരത്തി പൂവ്, ഹിബിസ്കസ് എന്ന് പറഞ്ഞാൽ ആസിഡിന്റെ ഇൻഡിക്കേറ്റർ ആണ് സർ. ഈ ആസിഡിന്റെ ഇൻഡിക്കേറ്റർ ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ഏതാ? ആസിഡിനെ ലാബുകളിൽ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന സൂചകം ഏതാ ചോദിച്ചാൽ പറയാൻ പറ്റണം മീഥൈൽ ഓറഞ്ച് ആണ്. ആരാടാ? മീഥൈൽ ഓറഞ്ച് ആണ് സർ. സെറ്റ് ആണ്. എങ്കിൽ അടുത്ത് പറയാലോ. എടാ, ബേസ് ഉണ്ടോ? ബേസിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ചോദിച്ചാൽ മഞ്ഞൾ ഉണ്ടല്ലോ, ടെർമറിക് ചോദിച്ചാൽ നമ്മൾ പറയാം അത് ബേസിന്റെ ഒരു സൂചകമാണ്, ഇൻഡിക്കേറ്റർ ആണ്. ഇനി ബേസിന്റെ ഒരു ലബോറട്ടറി ഇൻഡിക്കേറ്റർ ഏതാ ചോദിച്ചാൽ ഫിനോഫ്തലിൻ ആണ്. എന്താടാ? ഫിനോഫ്തലിൻ. അപ്പൊ ഈ ഒരു ഭാഗം ഒരു കാരണവശാലും മിസ്സാക്കല്ലേ. സെറ്റ് ആയിട്ടുള്ള ടോപ്പിക് ആട്ടോ, ഷുവർ ടോപ്പിക് ആണ് സർ. സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഹീറ്റ് ഇൻ എവറിഡേ ലൈഫ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ താപ നിത്യജീവിതത്തിൽ ഈ ചാപ്റ്റർ നോക്കേണ്ടത് എന്തൊക്കെയാണ് മാഷെ? ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കണേ സർ. ഫസ്റ്റ് പഠിക്കേണ്ടത് ഹീറ്റ് ട്രാൻസ്മിഷൻ ആണ്. നാളത്തെ നമ്മുടെ എക്സാമിൽ എന്ത് തന്നെ വന്നാലും ഒരു ക്വസ്റ്റ്യൻ, ഒരു ആക്ടിവിറ്റി ഇത് തന്നെയായിരിക്കും. ഹീറ്റ് ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരിക്കും. എന്താണ് സർ താപപ്രേഷണം എന്ന് പറഞ്ഞാല്? ഹീറ്റ് ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലോട്ട് കൈമാറ്റം ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുക? ഹീറ്റ് ട്രാൻസ്മിഷൻ അഥവാ താപപ്രേഷണം എന്ന് പറയാ. ഇതിൽ ഇന്ത്യ മക്കൾ പഠിച്ചു പോകേണ്ട 3 കാര്യങ്ങളാണ് ഈ 3 ആൾക്കാരെ, 3 ഹീറ്റ് ട്രാൻസ്മിഷൻ അഥവാ കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. ചാലനം, സംവഹനം, വികിരണം. മക്കൾ പഠിച്ചു വെക്കുക. ഈ കണ്ടക്ഷൻ അഥവാ ചാലനം എന്ന് പറഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക, അഥവാ ഖരവസ്തുക്കളിലാണ് ഉണ്ടാവുക. സംവഹനം എന്ന് പറഞ്ഞാൽ ഗ്യാസിലും ഉണ്ടാകും, പിന്നെ എവിടെ ഉണ്ടാവുക? ലിക്വിഡിലും ഉണ്ടാകുന്നു. ഗ്യാസിലും ദ്രാവകത്തിലും വാതകത്തിലും ഉണ്ടാകുന്നത് ആരാ ചോദിച്ചാൽ സംവഹനമാണ്, കൺവെക്ഷൻ ആണ്. ഇനി വിത്തൗട്ട് മീഡിയം അഥവാ മാധ്യമം ഇല്ലാതെ ആരാ ചോദിച്ചാൽ പഠിച്ചു വെക്കുക വികിരണമാണ്, റേഡിയേഷൻ ആണ്. സൂര്യന്റെ ചൂട് നമ്മൾ
നമ്മളെ ഭൂമിയിലോട്ട് എത്തുന്നത് ചോദിച്ചാൽ റേഡിയേഷൻ ആണ്. സെറ്റ് ആണല്ലോ. ഇനി ഒരു ബൾബ് പ്രകാശിക്കുമ്പോൾ ആ ബൾബിന്റെ ചൂട് നമ്മൾ പുറത്ത് സൈഡിലോട്ടൊക്കെ എത്തുന്നത്, എല്ലാ ഡയറക്ഷനിലോട്ടും എത്തുന്നത് ചോദിച്ചാൽ അത് റേഡിയേഷൻ ആണ്. ഈ കാര്യം എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് ഓർമ്മയിൽ വെച്ചോളാം. എന്റെ മക്കൾ ഈ മൂന്നെണ്ണം പഠിക്കാതെ ഒരു കാരണവശാലും പരീക്ഷയ്ക്ക് പോകരുത്, മാർക്ക് പോകും കേട്ടോ. സർ സെറ്റ് ആണ്. ഈ ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, ക്രിസ്റ്റൽ ക്ലിയർ ആണ്. പിന്നെ മേ ബി നമ്മൾ എന്തായാലും ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഭാഗം കണ്ടക്ട് ഹീറ്റ്, താപം നന്നായി കടത്തി വിടുന്ന ആൾക്കാരുണ്ട്, കടത്തി വിടാത്ത ആൾക്കാരുണ്ട്. സുജാലകങ്ങളും കുജാലകങ്ങളും. ഗുഡ് കണ്ടക്ടർ ഉണ്ടടാ, പുവർ കണ്ടക്ടേഴ്സ് ഉണ്ട്. ഗുഡ് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഹീറ്റിനെ, താപത്തെ നന്നായി കടത്തി വിടുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് ഗുഡ് കണ്ടക്ടേഴ്സ്. അങ്ങനെയാണെങ്കിൽ മാഷെ എന്താ പുവർ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ? താപത്തെ കടത്തി വിടാത്ത ആൾക്കാരെ പറയുന്ന പേരാണ്, കുറച്ച് കടത്തി വിടുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് പുവർ കണ്ടക്ടേഴ്സ്. ഈ വുഡൊക്കെ പറഞ്ഞാൽ എന്താണ്, താപത്തെ വല്ലാണ്ട് കടത്തി വിടൂല, സോ അവനൊക്കെ ഒരു പുവർ കണ്ടക്ടർ ആയിരിക്കും. അവർ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഈ വുഡൻ സ്പൂൺ ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, പുവർ കണ്ടക്ടർ ആണ് സർ. ഇനി നമുക്ക് മെറ്റൽ പ്ലേറ്റ് ഒക്കെ മെറ്റൽ പാൻ ഒക്കെ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം. മെറ്റൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ സർ അതെന്താണ്, അത് നന്നായിട്ട് ഹീറ്റിലേക്ക് കടത്തി വിടുന്ന ഒരു സംഭവമാണ്. ഇനി നമ്മളുടെ ഈ പാൻ ഉണ്ടല്ലോ, ഈ പാനിന്റെ ഒക്കെ പ്ലാസ്റ്റിക് പാനിന്റെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്ലാസ്റ്റിക് ഹാൻഡിൽ വെക്കും. സോ അതെന്താടാ, അത് ഹീറ്റിനെ വല്ലാണ്ട് കടത്തി വിടൂല, സോ അതൊരു പുവർ കണ്ടക്ടർ ആണ്. ഓർമ്മ ഉണ്ടായിക്കോട്ടെ കേട്ടോ. പിന്നെ ഗ്ലൗസ് യൂസ് ചെയ്യും. പാത്രങ്ങൾ, നമ്മൾ ചൂടുള്ള പാത്രങ്ങൾ ഉപയോഗിക്കാൻ നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്യും. സോ എന്തുകൊണ്ടാണ്, ഗ്ലൗസ് എന്ന് പറഞ്ഞാൽ താപത്തെ കടത്തി വിടാത്ത ഒരാളാണ്, സോ അവനൊരു പുവർ കണ്ടക്ടർ ആണ്, കുജാലകമാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് ഓർമ്മയിൽ വെച്ചോളാം. കാരണം ആ ഒരു ഭാഗം എൻ്റെ മക്കൾ ഒരു കാരണവശാലും മറന്നു പോകരുത് സർ. സെറ്റ് ആണ്. പിന്നെ എന്താ സാർ ഈ ചാപ്റ്റർ നോക്കാളെ, ടെമ്പറേച്ചർ അഥവാ താപനില. ഈ ഒരു ഭാഗം അടിപൊളിയായിട്ട് പഠിച്ചു വെക്കുക. വൺ വേർഡ് ഒക്കെ ചോദിക്കാട്ടോ സർ. ടെമ്പറേച്ചർ പഠിക്കുമ്പോൾ എന്തൊക്കെ പഠിക്കണം? എടാ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ താപത്തിന്റെ അളവിനെ സൂചിപ്പിക്കുന്നതാണ് ടെമ്പറേച്ചർ അഥവാ താപനില. ഇവന്റെ യൂണിറ്റ്, 2 യൂണിറ്റ് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തെ ഡിഗ്രി സെൽഷ്യസ്, രണ്ടാമത്തെ ഡിഗ്രി ഫാരൻഹീറ്റ്. ഡിഗ്രി സെൽഷ്യസും ഡിഗ്രി ഫാരൻഹീറ്റും പഠിക്കണം. അടുത്തത് ശരീര താപനില അളക്കാൻ ഉപയോഗിക്കുന്നതാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ്. ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ. സർ സെറ്റ് ആണ്. ഇനി ക്ലിനിക്കൽ തെർമോമീറ്റർ കാണാത്ത ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക, അവിടെ കണ്ടോളൂ കേട്ടോ സർ. അത് തെറ്റാണ്. ദ നോർമൽ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ ചോദിച്ചാൽ, നമ്മുടെ ശരീര താപനില ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. എത്രടാ, 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ അതിന്റെ ഫാരൻഹീറ്റ് ചോദിച്ചാൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റുമാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, പഠിച്ചങ്ങണ്ട് വെച്ചോളാം. ആ കാര്യം ഒരു കാരണവശാലും എന്റെ മക്കൾ എന്ത് ചെയ്യരുത്, കയ്യിൽ നിന്ന് പോകരുത്. സെറ്റ് ആണല്ലോ സർ. ഇനി ഈ ചാപ്റ്റർ നമുക്ക് മെയിൻലി നോക്കാനുള്ള ഒരു സംഭവമാണ് സീ ബ്രീസും ലാൻഡ് ബ്രീസും. അത് പഠിക്കുമ്പോൾ എന്റെ മക്കൾ പഠിച്ചു വെക്കണം. ഇവിടെ വാട്ടർ ആണോ മണലാണോ ലാൻഡ് ആണോ പെട്ടെന്ന്, സാൻഡ് ആണോ പെട്ടെന്ന് ചൂടാവുക ചോദിച്ചാൽ പഠിച്ചു വെച്ചോളാം. മണലാണ് ഏറ്റവും പെട്ടെന്ന് ചൂടാവുക കേട്ടോ. മണലിനെയാണ് ഏറ്റവും പെട്ടെന്ന് തണുക്കും ചെയ്യാന്നുള്ള കാര്യം എന്റെ മക്കൾ എന്ത് ചെയ്യുക, ഓർമ്മയിൽ വെച്ചോളാം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് സീ ബ്രീസ്, കടൽ കാറ്റും ലാൻഡ് ബ്രീസും. കടൽ കാറ്റ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട്. കടലിൽ നിന്ന്, എവിടെ നിന്നാടാ, കടലിൽ നിന്ന് കരയിലോട്ട്, കടലിൽ നിന്ന് കരയിലോട്ട് വീശുന്ന കാറ്റിനെ പറയുന്ന പേരാണ് എന്താടാ, കടൽ കാറ്റ് അഥവാ സീ ബ്രീസ് എന്ന് പറഞ്ഞാൽ. ഇവിടെ എന്താ സംഭവം ചോദിച്ചാൽ പകൽ സമയത്താണ് ഈ സീ ബ്രീസ് ഉണ്ടാവുക, പകൽ സമയത്താണ് ഉണ്ടാവുക കേട്ടോ. ഓക്കെ സർ, സെറ്റ് ആണ്. ഈ പകൽ സമയത്ത് കര പെട്ടെന്ന് ചൂടായിട്ട് അവന്റെ എയേഴ്സ് ഒക്കെ എന്ത് ഇവിടെ മുകളിലോട്ട് വരും, അഥവാ കൺവെക്ഷൻ, ചൂടായ വായു നേരെ മുകളിലോട്ട് വരുന്നു. സോ ഈ കടലിൽ നിന്ന്, സീയിൽ നിന്ന് എങ്ങോട്ടേക്ക് വീശുടാ, ലാൻഡിലോട്ട് കാറ്റ് വീശുന്നു. സോ ഇതിനെ പറയുന്ന പേരാണ് സീ ബ്രീസ്. പഠിക്കാതെ പോകരുത്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയാം. സെറ്റ് ആകട്ടോ സർ. ഇനി രണ്ടാമത്തെ എന്താ ഉള്ളത്, ലാൻഡ് ബ്രീസ് ആണ് അഥവാ കരക്കാറ്റാണ്. ഇത് എപ്പോഴാണ് ഉണ്ടാവുക, നൈറ്റിലാണ് അഥവാ രാത്രിയാണ് ഉണ്ടാവുക. എവിടുന്ന് എങ്ങോട്ടേക്കാ വീശുക, കരയിൽ നിന്ന്, പേരിൽ തന്നെ ഉണ്ട്, കരയിൽ നിന്ന് കടലിലോട്ട്. സോ സിമ്പിൾ. കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റിനെ പറഞ്ഞ പേരാണ് ലാൻഡ് ബ്രീസ് അഥവാ കരക്കാറ്റ് എന്ന് പറഞ്ഞാൽ. കാരണം എന്താ, ഈ ലാൻഡ് പെട്ടെന്ന് തണുക്കും, രാത്രി ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തണുക്കും. സോ സിമ്പിൾ സർ, അവിടെ തണുക്കും. അപ്പൊ ആരായിരിക്കും, വെള്ളമായിരിക്കും ചൂടാവുക. ചൂടായ ആൾക്കാർ നേരെ മുകളിലോട്ട് പോകുന്നു. സോ കരയിൽ നിന്ന് നേരെ കടലിലോട്ട് കാറ്റ് വീശുന്നതിനെ പറയുന്ന പേരാണ് ലാൻഡ് ബ്രീസ് അഥവാ കരക്കാറ്റ്. ഇപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ ടോപ്പിക്സും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്റെ മക്കൾ പഠിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നാളത്തെ എക്സാം നമുക്ക് നല്ല അടിപൊളിയായിട്ട് പരീക്ഷയിൽ എഴുതിയിട്ട് വരാം, നല്ല മാർക്ക് കിട്ടും ചെയ്യും കേട്ടോ. അപ്പൊ ഇതുപോലത്തെ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.